സമുദ്രവസനേ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വ മേ രത്നാകരാ ദൗതപദാ വന്ദേ ഭാരത മാതരം മാതരം. നിങ്ങൾ ആരാധിക്കുന്നത് തെറ്റാണ്, നിങ്ങൾ നരകത്തിലേ പോകൂ എന്ന് പറഞ്ഞ് ഭ്രമിപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതി ഇന്നത്തെ ഈ കാലത്ത് ഭൂഷണമാണ്. എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നാരായണനാമം ചൊല്ലിക്കുന്നത് മാറ്റാൻ എന്തൊക്കെ ശ്രമം. ചിലടത്ത് സഹായമാണ്, അരിയായിട്ടും പയറായിട്ട്, ചിലയിടത്ത് രോഗശാന്തിയാണ്. ചിലടത്ത് അത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. രോഗശാന്തി എന്നൊക്കെ കണ്ടപ്പോ എനിക്കൊരു മോഹം തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ, ആ ഡൽഹിയിൽ ആ കീറി മുറിക്കപ്പെട്ട പെൺകുട്ടി ഉണ്ടല്ലോ, അത് ജീവിക്കാൻ എന്തുമാത്രം കൊതിച്ച കുട്ടിയാണ്. എന്ത് അപമാനം പറ്റിയില്ല, എനിക്ക് ജീവിക്കണം എന്നാണ് കുട്ടി പറഞ്ഞത്. ആ കുട്ടിയെ നമ്മൾ സ്പെഷ്യൽ വിമാനത്തിൽ സിംഗപ്പൂർക്ക് കൊണ്ടുപോയി. അതാ കുട്ടിയുടെ മരണകാരണമായി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ ആ കുട്ടിയെ കൊണ്ടുപോണ്ടായിരുന്നല്ലോ. നമുക്ക് ഈ കോട്ടയം പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരു 10 രോഗശാന്തിക്കാരെ പ്രത്യേക പ്ലെയിൻ ചാർട്ടർ ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ ആ കുട്ടി ജീവിച്ചിരുന്നില്ലേ? സ്വാഭാവികമായിട്ട് എന്റെ മനസ്സിൽ വന്നിട്ട് കുട്ടി ജീവിക്കണം എന്നുള്ള കൊതികൊണ്ടാണ്, വേറൊരു ദുരുദ്ദേശമില്ല. എനിക്ക് ആ കുട്ടി ജീവിക്കണം എന്നുള്ള മോഹം കൊണ്ടാണ്. ഒരു 10 രോഗശാന്തിക്കാരെ കൊണ്ടുപോയാൽ ആ കുട്ടി ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? തെളിവുകളൊക്കെ പറഞ്ഞു കൊടുത്ത് സുഖമായിട്ട് നമുക്കിട്ട് ജീവിക്കാൻ കൊതിച്ച കുട്ടിയാണ്. എന്തേ അങ്ങോട്ടൊന്നും പോവാഞ്ഞത്? ഒരു യുക്തിക്ക് നിരക്കുന്നതല്ല എന്നറിയാം. വേദനിപ്പിക്കുന്ന പല അനുഭവങ്ങളും എരുമേലി ഭാഗത്ത് വന്നപ്പോ, എരുമേലിയിലല്ല എല്ലായിടത്തും ഉണ്ട്, അവിടുന്ന് കിട്ടിയൊരു അനുഭവം പറയാം. ഇപ്പൊ ഈ കേരളത്തിൽ ക്യാൻസർ ഒക്കെ വ്യാപകമായി കൊണ്ടിരിക്കുക. കാരണമൊന്നും നമുക്കറിയില്ല. അതിന് ജാതിഭേദവും മതഭേദവും ഒന്നുമില്ല. അവിടെയൊക്കെ യഥാർത്ഥ മതേതരത്വം നടക്കണപ്പോ അതിന് ജാതിഭേദവും മതഭേദവും ഒന്നുമില്ല, എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പോ ഇത് പെണ്ണ ചെയ്തിട്ട് നമുക്കറിയാം ഇതിന്റെ ചികിത്സ കുറച്ച് ഭയങ്കരമാണ് എന്നുള്ളത്. ഒരു 40% രോഗമൊക്കെ മാറുന്നുണ്ട്, ചികിത്സ കൊണ്ട് മാറുന്നുണ്ട്. പക്ഷെ മാറിയാലും മാറിയില്ലെങ്കിലും ചികിത്സ വളരെ വിഷമകരമാണ്. ആ കീമോതെറാപ്പിയുടെ നാളുകളൊക്കെ ഒന്ന് കടന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. ചിലപ്പോൾ അതന്നെ കഴിഞ്ഞാൽ മാറും, ചിലപ്പോൾ അത് കഴിഞ്ഞാൽ മാറിയതായി ഒരു തോന്നലേ ഉണ്ടാവുള്ളൂ, തോന്നല്. അപ്പൊ ഈ കീമോതെറാപ്പിയുടെ അവസാന നാളുകളിൽ ചിലർ പറയുക, ചെല്ലുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കൂ, വിശ്വസിക്കൂ. ചാകാൻ പോണവനെ ഏത് വൈക്കോത്തിരുമ്പിലും കയറി പിടിക്കും, അവനങ്ങ് കയറി പിടിക്കും പാവം. കീമോതെറാപ്പി കഴിഞ്ഞാൽ ആളോക്കെ. എന്തുകൊണ്ടൊക്കെ? പ്രാർത്ഥിച്ചത് കൊണ്ട്, വിശ്വസിച്ചത് കൊണ്ട്. പിന്നെ ഇവനെ കൊണ്ട് നടക്കുക. എരുമേലിയിൽ ഉണ്ടായതാ, പിന്നെ ഇവനെ കൊണ്ട് നടക്കാതാ. എനിക്ക് ക്യാൻസർ ആയിരുന്നു, ഇങ്ങനെയായിരുന്നു, എന്റെ ഇതാ മാറി, വരും വരും വരും. അവനെ വിളിച്ചിട്ട് എങ്ങടാ പോണെന്ന് ചെല്ലിയ ആ വിളിച്ച പലരും ഇപ്പൊ നാളെണ്ണി കഴിയുക ആസ്പത്രിയില്. കാരണം അതൊരു താൽക്കാലിക മോചനം മാത്രമായിരുന്നു. അതുപോലെ ദുരുപയോഗം ചെയ്തു. ഇതെല്ലാം മതത്തിന്റെ പേരിൽ നടക്കുന്നു. ഇതല്ല മതം. ഹിന്ദു അങ്ങനെ ചെയ്ത തല്ലുകൊള്ളിത്തരാണ് കാണിക്കുന്നത്. ഇതല്ല മതം. മതശ്രേഷ്ഠമായ ഒരു വസ്തുത. അതിങ്ങനെ വിൽക്കാനുള്ളതല്ല, അതിങ്ങനെ ആളുകളെ ഭ്രമിപ്പിക്കാനുള്ളതല്ല, പേടിപ്പിക്കാനുള്ളതല്ല, നരകത്തിൽ പോകുമെന്നൊക്കെ പറഞ്ഞ് ശപിക്കാനുള്ളതൊന്നുമല്ല. മാക്സിമം നന്മ ഒരാൾക്ക് ചെയ്തു കൊടുക്കാനുള്ളതാണ്. അതല്ലെങ്കിൽ മതം വേണ്ട, അത് അത്യാവശ്യമൊന്നുമില്ല, ഇവിടെ ഒരു മനുഷ്യന് വേണമെന്നുള്ളത്. ഇതിങ്ങനെ മാറ്റി കളിച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. അപ്പൊ ഇതിനൊക്കെ എതിരെയുള്ള സന്ദേശങ്ങൾ നമുക്കിടയിൽ നിന്ന് പോകണം, പോയേ പറ്റൂ. അവിടേക്ക് ഒരു നരസിംഹഭാവമൊക്കെ ആവാന്നാണ്. സമാജത്തിനൊരു ചെറിയ നരസിംഹഭാവമൊക്കെ ഒന്നിച്ചാകുമ്പോൾ അത് വരാൻ എളുപ്പമുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഒറ്റയ്ക്കൊക്കെ വരുന്നുണ്ടെന്നാ കേട്ടത്. കോട്ടയത്ത് നിന്ന് ഒരു വീട്ടമ്മയുടെ ഒരു അനുഭവം പറഞ്ഞു കേട്ടു. വീട്ടമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, അവിടെ ഒരു വ്യക്തി കയറിക്കുന്നു. ഇതേമാതിരി ഉദ്ദേശം മതം മാറ്റലായിരുന്നു. വിശ്വസിപ്പിൻ, എല്ലാ രക്ഷയും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ആ ഭാഷ നിങ്ങൾക്കറിയാം, എനിക്ക് കൂടുതൽ അറിയില്ല. ആ ഭാഷയൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ചേച്ചിക്ക് വല്ല നിവൃത്തിയുണ്ടോ? മക്കളൊക്കെ ജോലിക്ക് പോയി, ചേച്ചി ഒറ്റയ്ക്കാ, കേട്ടിരിക്കാനേ പറ്റുള്ളൂ. പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു, വിശ്വസിപ്പിൻ, എല്ലാം നേടും. വിശ്വസിച്ചപ്പോൾ 2 കാലും തളർന്നു കിടന്നവൻ എഴുന്നേറ്റ് ഓടിയിരുന്നു. അപ്പൊ ഈ ചേച്ചി കണ്ണു തുറച്ചു. സത്യം മോനെ,
2 കാലും തളർന്നവൻ വിശ്വസിച്ചപ്പോ എഴുന്നേറ്റ് ഓടി എന്ന് പറഞ്ഞു. ആ ഓടിയെന്നു മോൻ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. നാം മോനെ ഇരിക്കൂ എന്ന് പറഞ്ഞു. എരയെ കിട്ടി എന്നുള്ള സങ്കല്പത്തിൽ അദ്ദേഹം ഇരുന്നു. വീട്ടമ്മ അകത്തേക്ക് പോയി. ഇപ്പൊ ഈ അകത്ത് നമുക്ക് വലിയ ഉപകാരം ഇല്ലാതെ ചാരി വെച്ചിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതെ, ഓലക്ക, വീട്ടമ്മമാർ അത് എടുത്തിട്ട് വന്നു. ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. ഇതിങ്ങനെ പിന്നെ പിടിച്ചു. വീണ്ടും ചോദിച്ചു, മോനെ വിശ്വസിച്ചാൽ 2 കാലം തളർന്നവൻ എഴുന്നേറ്റ് ഓടുമല്ലേ? ആ ഓടും. മോൻ വിശ്വസിക്കണ്ടല്ലോ അല്ലേ? ഉണ്ട്. ആശ്വാസായി എന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. മോനെ എനിക്കതൊന്ന് കാണണം, എനിക്ക് ആ അത്ഭുതം ഒന്ന് കാണണം. മോന്റെ കാലിപ്പ തളരില്ല, തളരാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മോന്റെ 2 കാലും തല്ലി ഒടിക്കാൻ പോകും. മോനോടുള്ള ദേഷ്യം കൊണ്ടല്ല, എനിക്കതൊന്ന് കാണാനാണ്. 2 കാലും ഞാൻ തല്ലി ഒടിച്ചാലും മോന് കുഴപ്പമില്ലല്ലോ, മോൻ വിശ്വസിക്കുന്നവനല്ലേ, മോൻ എഴുന്നേറ്റ് ഓടുമല്ലോ, എനിക്കതൊന്ന് കാണണം. ഓടിയ ഞാൻ മോന്റെ കൂടെ വരും. മോൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ അത് ഞാൻ ചെയ്യുന്നു. അന്ന് പോയ ആള് പിന്നെ ആ വഴിക്ക് ഇപ്പൊ അർക്കന്റെ കാലം വരെ ചെന്നിട്ടില്ല. അത് അമ്മയിൽ തൽക്കാലം ഉണ്ടായിരുന്ന നരസിംഹഭാവമാണ്. തൽക്കാലം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഗതികേടുകൊണ്ട് ഗതി കെട്ടാൻ നമുക്ക് എന്ത് ഭാവം വരും? അളയിലിട്ട് കുത്തിയ ചേര വരെ ഒന്ന് ചീറ്റി വെക്കില്ലേ? വിഷമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചീറ്റി വെക്കും. അതായിരുന്നു ആ അമ്മയിൽ വന്നത്. വേറൊരു സ്ത്രീയെ കയറി ചെന്നത്, അതും കോട്ടയം ജില്ലയിൽ തന്നെ. ഒരു സ്ത്രീ കയറി ചെന്നു, ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് വെച്ചു. ആയിക്കോട്ടെ വരൂന്ന് പറഞ്ഞു. അകത്തേക്ക് കൊണ്ടുപോയി. പൂജാമുറി വേണ്ട, അല്ല ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാറെന്നു വന്നു. പുറത്തെ വാതില് പോയിട്ട് ഇതിനെന്തിനു വാതിലടയ്ക്കണമെന്ന് വെച്ചു. അല്ല, ഈ പ്രാർത്ഥിക്കുമ്പോ മറ്റു ശല്യങ്ങളൊന്നും കയറി വരുന്നല്ലോ, അതുകൊണ്ട് ഇത് അടച്ചതാണ്, ഇത് പ്രൈവസിക്ക് വേണ്ടി അടച്ചതാണെന്ന്. അടച്ചു. വേഗം നിലവിളക്ക് എടുത്ത് തുടച്ചു. ഇതെന്താ വിളക്കെടുക്കണം? എന്റെ വീട്ടിൽ വിളക്ക് വെച്ചേ പ്രാർത്ഥിക്കുള്ളൂ. അയ്യോ, വിളക്ക് തന്നെ വേണം. എന്റെ വീട്ടിലാണ് നിങ്ങൾ വന്ന്, എന്റെ വീട്ടിൽ വിളക്ക് വെച്ചാ പ്രാർത്ഥിക്കുക. വിളക്ക് വെച്ചു. അപ്പൊ തന്നെ എന്തോ ഒരു മണത്തു. പോവാൻ തുടങ്ങിയപ്പോ അല്ല ചേച്ചിയായിരിക്കും പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന്. ഒരു ലളിതാ സഹസ്രനാമം എടുത്തു, കൈ കൊടുത്തു, വായിക്കൂ. ഇത് വായിച്ചിട്ട് ഇവിടുന്ന് ഇതിനല്ല ഞാൻ വന്നത്, ഇത് വായിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നാൽ ഞാൻ അങ്ങോട്ട് വന്നതല്ല, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇത് വായിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. കണ്ണീരോടുകൂടി ഇരുന്ന് ലളിതാ സഹസ്രനാമം വായിച്ചു. അത് മറ്റൊരു ഭാവമായിരുന്നു, നരസിംഹഭാവം ഉയർന്നു വന്നത്. അളയിലിട്ട് കുത്തിയാൽ ചേര പോലും കടിച്ചു പോകും. ഇത് അവസാനിപ്പിക്കണ്ടേ? ഭരണകർത്താക്കൾ ഇതിനെപ്പറ്റി എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഹിന്ദു ന്യായമായ ആവശ്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പറയുമ്പോൾ പോലും അതിനെ വർഗീയമെന്നും അതിനെ തീവ്രവാദം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ആവശ്യങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? ഇതിന് മറ്റൊരു വശവുമുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ആളുകളെ പറ്റിക്കാൻ പറ്റില്ല? അതുകൂടി നമ്മൾ ചിന്തിച്ചേ മതിയാകുള്ളൂ. അതുകൂടി പറഞ്ഞാൽ ഏറെക്കുറെ സമയം ഇപ്പൊ തന്നെ വൈകിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. എന്തുകൊണ്ട് നമ്മുടെ ആളുകളെ വഞ്ചിക്കാൻ പറ്റുന്നു എന്നുള്ളത്. കേരളം എന്തിനാ സാക്ഷരതാ യജ്ഞം നടത്തിയത്? അക്ഷരം അറിയുന്നവർക്കിടയിൽ അക്ഷരം അറിയാത്തവർ പെട്ടാൽ വിഡ്ഢിയാക്കപ്പെടും, പരിഹസിക്കപ്പെടും. അതുകൊണ്ടാണ് സാക്ഷരതാ യജ്ഞം നടത്തിയത്, അല്ലെ? ഇവിടെ മതത്തിന്റെ കാര്യം നോക്കുക. നമ്മുടെ മുസ്ലിം കുട്ടികൾ 100% മദ്രസകളിൽ പോയി ഖുർആൻ പഠിച്ച് മതം പഠിച്ചു വളരുന്നു. ക്രിസ്ത്യൻ കുട്ടികൾ 100% സൺഡേ സ്കൂളുകളിൽ പോയി ബൈബിൾ പഠിച്ച് മതം പഠിച്ചു വളരുന്നു. ഹിന്ദു കുട്ടികളോ? അവർ നിരക്ഷരരാണ്. നിരക്ഷരരെ ആർക്കും പറ്റിക്കാം. ഒരു ഉദാഹരണം നോക്കുക. ഒരു വല്യമ്മ അക്ഷരമൊന്നും അറിയില്ല, പക്ഷെ വല്യമ്മയ്ക്ക് ഒരു മോഹം ഗുരുവായൂരൊന്ന് പോകണമെന്നേ. നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന ഉദാഹരണം. വല്യമ്മ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ചെന്നു. എല്ലാ ബസ്സും ഒരുപോലെ വല്യമ്മയ്ക്ക് നോക്കിയവർ ഒന്നും വായിക്കാൻ വയ്യ. ഇങ്ങനെ നോക്കി ആരോട് ചോദിക്കും? അപ്പൊ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടാ നല്ലൊരു മെഡിക്കൽ മോനെ എന്ന് പറഞ്ഞ ആ കുട്ടി എന്താ പറ്റിയിട്ടില്ല. ആ കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഗുരുവായൂരാ പോവുക. എന്താ പറ്റിയേ? അക്ഷരം അറിയാത്ത വല്യമ്മയെ അക്ഷരം അറിയുന്ന ഒരു തിരുമാലി വിചാരിച്ചപ്പോ ബസ് മാറ്റി കയറ്റി. ഇങ്ങനെ അക്ഷരം അറിയുന്ന ചില തിരുമാലികൾ കിണഞ്ഞു പരിശ്രമിച്ചപ്പോ നമ്മുടെ 6000 പെമ്മക്കളെ ബസ് മാറിക്കേറി പോയി ജീവിതം ഗോപിയായി. അക്ഷരം അറിയുന്ന ചില തിരുമാലികൾ അക്ഷരം അറിയാത്ത നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയതാ. ബസ് മാറിക്കേറി ജീവിതം ഗോപി. പേര് പ്രേമം. പേര് പ്രേമം എന്നാണ്. ഇതൊന്നും പ്രേമം അല്ലാന്ന് അറിയാനുള്ള ബുദ്ധിയൊക്കെ നമുക്കുണ്ട്. പ്രേമത്തിനെയൊക്കെ നമ്മളും പഠിച്ചിട്ടില്ല. പ്രേമത്തിന് കണ്ണും കാതൊന്നും ഇല്ല. സങ്കല്പ ലോകത്തിലാ പ്രേമം നിൽക്കുക. ഇപ്പൊ കാമുകി കോങ്കണ്ണി ആണെങ്കിലും എന്താ പറയുക? തീയന്റെ മീനാക്ഷിയാണ്, ചെന്താമരാക്ഷിയാണ്, താമരക്കണ്ണിയാണ്. സങ്കല്പ ലോകമല്ലേ? നെയ്യില്ലാത്ത ജീവൻ, എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി. ഇതൊന്നും അല്ല ഇപ്പോഴത്തെ പ്രേമത്തിന്റെ ഭാഷ. പ്രേമിക്കുന്നവരോട് സംസാരിച്ചു നോക്കി, എനിക്കറിയാം. ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ആവർത്തന വിരസത ഉണ്ടെങ്കിലും കേട്ടേ പറ്റൂ, എല്ലാവരിലേക്കും അത് എത്തിയേ പറ്റൂ. അതുകൊണ്ട് ഒരു 2 മാസമായിട്ടില്ല, അത് 2 ആഴ്ച മാത്രം പ്രേമിച്ചു. മുട്ടിഞ്ഞ പ്രേമം. അതിനിടയിൽ കാമുകന്റെ കൂടെ ഭാണ്ഡവും മുറിക്കാൻ ഇറങ്ങി. വീട്ടുകാർ നെഞ്ഞത്തടി നിലവിളിയായിട്ട് ഹൈന്ദവ സംഘടനകളെ സമീപിച്ചു. സംഘടനാ സംവിധാനം ഉപയോഗിച്ച കുട്ടി എവിടെയുണ്ടെന്ന് കണ്ടെത്തി കൊടുത്തു. കണ്ടെത്തി വീട്ടുകാർക്ക് പറഞ്ഞു, നമുക്ക് പിടിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. കണ്ടെത്തി കൊടുത്തപ്പോൾ അവർക്ക് അടുത്തൊരു ആവശ്യം, ഒന്ന് ഉപദേശിച്ച് നന്നാക്കുക. കുട്ടിക്ക് തെറ്റ് പറ്റിയതാണെങ്കിൽ ഒന്ന് തിരിച്ചു കൊണ്ടുവരുമെന്ന് വെച്ചു. അങ്ങനെ ആ ഭാരം എന്റെ മണ്ടയിൽ പോയി. ഈ കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്
ഇപ്പൊ കുറച്ചിങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഞാൻ പ്രേമത്തെ പറ്റി പഠിച്ചപ്പോഴാണ് നേരത്തെ പറഞ്ഞതൊക്കെ മനസ്സിലായത്. ഇതൊരു സങ്കല്പ ലോകമാണ്. ഇതൊക്കെ വെച്ചോണ്ട് ഈ കുട്ടരത്തേക്ക് എന്നു കുട്ടിയോട് ചോദിച്ചു ഇങ്ങനെ പലതും പറഞ്ഞു വെച്ച് വീട്ടിൽ പോവല്ലേ? ഇല്ല, വീട്ടിലേക്ക് ഇല്ല. എന്റെ അമ്മയോട് അല്ല, അമ്മ എനിക്ക് എല്ലാമാണ്, അച്ഛൻ എന്റെ ദൈവം, എന്നാ വീട്ടിൽ പോയിക്കൂടെ? ഇല്ല, വീട്ടിൽ പോണ വിഷയമില്ല. അതെന്താ? ഇയാളെ ഉപേക്ഷിക്കാൻ വയ്യാത്തോണ്ട് അതുപോലെ ഞാൻ ഉപേക്ഷിക്കാട്ടോ. ഇയാൾ എനിക്ക് അത്ര കാര്യമൊന്നുമില്ല, അതുപോലെ ഞാൻ ഉപേക്ഷിക്കാം, പക്ഷെ ഞാൻ വീട്ടിലേക്കില്ല. അതെന്തെന്ന് വെച്ചു, ഞാൻ വീട്ടിൽ പോയാലേ ആ 2 കാലുമ നിൽക്കണ ആനത്തലയുള്ള വികൃത രൂപത്തെ ഞാൻ ഇനിയും പൂജിക്കണ്ടേന്ന് വെച്ചു. ഗണപതി ഭഗവാനെയാണ് 2 കാലുമ നിൽക്കണ ആനത്തലയുള്ള വികൃത രൂപത്തെ പൂജിക്കണ്ടേ? ഉണ്ടായ സത്യമാണ്. ഈ 2 ആഴ്ച പ്രേമിക്കുന്നതിന്റെ മുമ്പ് ഇതേ ഗണപതി ഭഗവാന് മുന്നിലാണ് ബുദ്ധിയും സിദ്ധിയും തരേണമേ എന്ന് പറഞ്ഞ് ഏത്തവിട്ടിരുന്നത്. ഇപ്പൊ ഗണപതി ഭഗവാൻ ആരായി? 2 കാലുമ നിൽക്കണ ആനത്തലയുള്ള വികൃത രൂപമായി. അവിടെ കൊണ്ട് നിർത്തിയോ? സമാധാനമായിരുന്നു? ഇല്ല. കല്ലിനെ പൂജിക്കണ്ടേ, മണ്ണിനെ പൂജിക്കണ്ടേ, പാമ്പിനെ പൂജിക്കണ്ടേ, നരകത്തിൽ പോണ്ടേ? ഞാൻ നരകത്തിലേക്കില്ല, വീട്ടിലേക്ക്. അപ്പൊ ഇതായിരുന്നു പ്രേമം. ഈ 2 ആഴ്ച ഈ കുട്ടി ഏത് സർവകലാശാലയിൽ പോയിട്ടാ പഠിച്ചത്? ഇതാണോ പ്രേമത്തിന്റെ ഭാഷ? ഇതിനിടയിൽ കാമുകനുണ്ടെന്ന് കൂട്ടുണ്ടാവാലോ. അവർക്ക് അവിടെ പറഞ്ഞൊന്നും കേൾക്കുണ്ടാവില്ല. അവർക്ക് അവരുടേതായ ഒരു ഇത്തിരി സമയം കിട്ടിയാൽ അവരെതിരെ പറ്റിയാ സംസാരിക്കുക. കൂടംകുളം മാനവ നിലയം വേണമെന്നുള്ളതിനെ പറ്റിയിട്ടോ, അതോ ഒബാമയുടെ വിദേശ നയം എന്തായിരിക്കുന്നതിനെ പറ്റിയിട്ടോ? അപ്പൊ ഇവരെന്ത് ചെയ്യും? മതത്തെ പറ്റി, സ്വർഗത്തെ പറ്റി, നരകത്തെ പറ്റി, ദർശനത്തെ പറ്റി പഠിക്കണ ഇത് പ്രേമമല്ല. ഇത് വല്യമ്മയെ ബസ് മാറ്റി കയറ്റിയ മാതിരി ബസ് മാറ്റി കയറ്റാനുള്ള ചില അടവ് മാത്രമാണ്. നമ്മുടെ മക്കള് ബസ് മാറിക്കയറി പോകുന്ന നിരക്ഷരരാണ്. മതത്തിന്റെ കാര്യത്തിൽ അക്ഷരമെന്നറിയില്ല. ലോകത്ത് 11ഓളം മതങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ട്. ഇതിൽ 10 കൂട്ടരും സ്വന്തം മതം പഠിക്കുമ്പോൾ ഹിന്ദു മാത്രം പഠിക്കരുത് എന്നൊരു വ്യവസ്ഥിതി ഇവിടെയുണ്ട്. ചെറിയ ചെറിയ ശ്രമങ്ങൾ ചിലയിടത്ത് ഉണ്ടാകാം, പക്ഷെ അതിനെ പുച്ഛത്തോടെ പലരും കാണുന്നത്, അതിനെ ഇല്ലാതാക്കാനാ പലരും ശ്രമിക്കുന്നത്. കേരളം ഭീകരവാദിയുടെ സ്വന്തം നാടാണെന്ന് പ്രധാനമന്ത്രി വിഷമത്തോടെ പറഞ്ഞപ്പോൾ കേരളത്തിലെ ചില നേതാക്കൾ ഇറങ്ങി ഭീകരവാദികളെ കാണാൻ. എന്നെക്കാൾ നന്നായി നിങ്ങൾക്ക് പരിചയമുണ്ടാകും. ഭീകരവാദികളെ അന്വേഷിച്ചിറങ്ങി പ്രശ്നം വെച്ച് നോക്കി അവസാനം ഭീകരവാദിയെ കണ്ടെത്തി. ആരാത്രയോ കേരളത്തിലെ ഭീകരവാദികള്? അഷ്ടമി രോഹിണി നാളില് മഞ്ഞപ്പട്ടുടുത്ത് ഒരു പീലിത്തുണ്ട് ചൂടി ഒരു മുളന്തണ്ട് ചുണ്ടിൽ വെച്ച് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം പാടി നാടിനെയും നഗരത്തെയും ആനന്ദിപ്പിച്ച് നീങ്ങുന്ന ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ആണത്രേ ഭീകരവാദികള്. ഒരു നേതാവ് വിളിച്ചു പറഞ്ഞതാണ്. താൻ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമ പോലും അറിയാതെ ഒരു നേതാവ് വിളിച്ചു പറഞ്ഞു, ബാലഗോകുലത്തിലൂടെയാണ് ഭീകരവാദികൾ വളർന്നു വരുന്നത്. 100% മുസ്ലിം കുട്ടികൾ മദ്രസയിൽ പോകുന്നതിനോട് ആ നേതാവിന് ബഹുമാനമേ ഉള്ളൂ. 100% ക്രിസ്ത്യൻ കുട്ടികൾ സൺഡേ സ്കൂളിൽ പോകുന്നതിനോട് ആ നേതാവിന് ബഹുമാനമേ ഉള്ളൂ. പക്ഷെ ഹിന്ദു കുട്ടികൾ എങ്ങനെയും മതം പഠിച്ചുകൂടാ. അത് ബാലഗോകുലമായാലും മതപാഠശാലയായാലും പഠിക്കരുത് എന്ന് ആ നേതാവ് ആരിൽ നിന്നോ അച്ചാരം വാങ്ങിച്ചതുപോലെ പറഞ്ഞു. സത്യമാണെങ്കിൽ അദ്ദേഹത്തിന് പറയാം, സത്യ രാഷ്ട്രീയക്കാർക്ക് ഇടയ്ക്കൊക്കെ പറയാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഉദാഹരണം പറയാമായിരുന്നു. കേരളത്തിനകത്തോ ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് വെളിയിലോ ഭീകരവാദ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഒരു ബാലഗോകുലത്തിന്റെ പ്രതിഭകളുടെ വളർന്നു വന്ന ഒരാളുടെ പേര് ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ നമ്മളതിനെ അംഗീകരിക്കുമായിരുന്നു. ഇതൊന്നും പറയാതെ അദ്ദേഹം നിർലജ്ജം വിളിച്ചു പറഞ്ഞു, ബാലഗോകുലത്തിലൂടെ വളർന്നവർ. നമ്മുടെ മനസ്സ് നൊന്തു, കീറി മുറിഞ്ഞു. കാരണം ഇത് പറഞ്ഞ സമയത്ത് കേരളത്തിലെ ഡയറ്റുകളില് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടവർക്കറിയാം എന്താ ഡയറ്റ് എന്ന്. ഒരു ജില്ലയിൽ ഒരു ഡയറ്റേ ഉള്ളൂ. പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഗവേഷണവും പരിശീലനവും ഒക്കെ നടത്തുന്ന കേന്ദ്രമാണ് ഡയറ്റ്. ഒരു ജില്ലയിൽ ഒരു ഡയറ്റേ ഉള്ളൂ. ആ ഡയറ്റിൽ ലക്ഷക്കണക്കിന് രൂപ വന്നു കിടക്കുകയാണ് മദ്രസകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്. മദ്രസകൾക്ക് വിതരണം ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷക്കണക്കിന് രൂപ വന്ന് കിടക്കുമ്പോഴാണ് ആ നേതാവ് ബാലഗോകുലങ്ങൾക്കെതിരെ തിരിഞ്ഞത്, ഹൈന്ദവ മതപഠനത്തിനെതിരെ തിരിഞ്ഞത്. വിഷമം ഉണ്ടാക്കില്ലേ? ഈ വിഷമം പരിഹരിക്കാൻ ചെറുകോൽപ്പുഴ മണൽപ്പരപ്പിൽ എന്ത് ചെയ്യാൻ കഴിയും? 101 വർഷങ്ങൾക്കപ്പുറത്ത് തിരിതെളിച്ച ഹിന്ദുമത കൺവെൻഷൻ എന്ത് ചെയ്യാൻ കഴിയും? പലതും ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ മതപഠനത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ സാധിക്കണം. കാരണം ചെറുകോൽപ്പുഴ ഇന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടാത്ത ഒരു സ്ഥലപ്പേരാണ്. കേരളത്തിൽ ആർക്കും ചെറുകോൽപ്പുഴയെ പരിചയപ്പെടുത്തി കൊടുക്കണ്ട. ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകതയിലോ മറ്റൊന്നുമല്ല ഇത് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങളുടെ പേരിലോ ഒന്നുമല്ല. ഹിന്ദുമത കൺവെൻഷന്റെ പേരിൽ തന്നെയാണ് ചെറുകോൽപ്പുഴ ഇവിടുത്തെ ഓരോരുത്തരുടെയും മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്ഥാനവും ബഹുമാനവും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ മതപഠനത്തെ പ്രോത്സാഹിപ്പിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമോ അത് ആസൂത്രണം ചെയ്യണം. താഴെത്തട്ട് മുതൽ അതിന് വേണ്ടുന്ന അതിന് എല്ലാ ക്ഷേത്ര ഭാരവാഹികളുമായി ബന്ധപ്പെടാൻ ഇനിയെങ്കിലും ചെറുകോൽപ്പുഴയിലെ സംഘാടകർക്ക് സാധിക്കണം. കേരളത്തിൽ എത്ര ക്ഷേത്രങ്ങളുണ്ട്? ഈ ക്ഷേത്രങ്ങളുടെ മുഴുവൻ അഡ്രസ്സുകൾ ഹൈന്ദവ സംഘടനകളോ സമുദായ സംഘടനകളിലൂടെയോ ശേഖരിച്ചുകൊണ്ട് ഇവരുമായി മുഴുവൻ ബന്ധപ്പെട്ട അതാത് തലങ്ങളിൽ മതപഠനം തുടങ്ങുവാൻ
എന്ത് സഹായമാണോ വേണ്ടത് അവരെ നിർബന്ധിക്കുക. ചിലപ്പോൾ ആളെ കിട്ടില്ല, വേണ്ട, നമുക്കതിന് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല രൂപത്തിൽ മത്സരങ്ങൾ ഇപ്പൊ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ കുറച്ചുള്ള മത്സരങ്ങൾ നടക്കുന്നത് ഇവിടെ നിൽക്കരുത്. ഇന്ന് സ്റ്റേറ്റ് കലോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളൊക്കെ കൂടി ഓടിച്ചെല്ലുന്നു. നാളെ ചെറുകോൽപ്പുഴ മണപ്പുറത്ത് ഇവിടെ നടക്കുന്ന മതപരമായ മത്സരങ്ങൾ തേടിക്കൊണ്ട് മാധ്യമങ്ങൾ ഒന്നാകെ ഇവിടെ പാടുകിടക്കുന്ന അവസ്ഥയിലേക്ക് ഒരു വലിയ പദ്ധതിയായിട്ട് ഇതിനെ മാറ്റിയാല് മുഴുവൻ നാട്ടിലും മതപഠനം നടക്കും. അവിടെയൊക്കെ നടക്കുന്ന മത്സരത്തിലെ വിജയികളായിരിക്കും ഇവിടെ വരേണ്ടത്. ആ വിജയികൾക്ക് ആകർഷണീയമായ സമ്മാനങ്ങൾ, ഞാൻ എല്ലാവർക്കും പറയേണ്ട സോപ്പും ചെറുപ്പും ഒട്ടും സൂചിയൊന്നുമല്ല, അതിനൊക്കെ ഹൈന്ദവ സമൂഹം തയ്യാറാണ്. നല്ലൊരു മത്സരത്തിൽ നമ്മുടെ ഒരു മതഗ്രന്ഥമൊക്കെ പഠിച്ച് സുഖമായിട്ട് പറയുന്ന ഒരു കുട്ടിക്ക് ഒരു പവൻ സ്വർണം കൊടുത്താലൊക്കെ, ആനയ്ക്ക് 2 ലക്ഷം രൂപ കൊടുക്കില്ലേ നമ്മള്, ഗാനമേളയ്ക്ക് കൊടുക്കുന്നില്ലേ, മിമിക്രിക്ക് കൊടുക്കുന്നില്ലേ, മതം പഠിച്ചു വന്ന മത്സരത്തിൽ പങ്കെടുത്ത ഒരു കുട്ടിക്ക് ഒരു പവൻ സ്വർണം കൊടുത്താലെന്താ? അങ്ങനെ ആകർഷണീയമായിരിക്കണം. ഇവർക്ക് പല സ്ഥാനങ്ങളും കിട്ടുമെന്ന് ന്യൂസ് വാല്യൂ ഉണ്ടാകുമെന്ന് വരണം. എല്ലാ സ്ഥലങ്ങളിലും മതപഠനം നടക്കും. അതിനിന്ന് ആശ്രയിക്കാവുന്ന ഏക കേന്ദ്രം എനിക്ക് തോന്നുന്നു ചെറുകോൽപ്പുഴയാണ്. ഒരു വിഭാഗീയതയും ഇല്ലാതെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ ചെറുകോൽപ്പുഴയ്ക്ക് സാധിക്കും. അപ്പൊ എല്ലാ വർഷവും ഒരേപോലെ നമ്മൾ ഇതിങ്ങനെ ആവർത്തിച്ച് പോകാതെ ഓരോ വർഷവും ഓരോ പ്രത്യേക പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുക. മതം പഠിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഇത്തരം നേതാക്കൾക്ക് പഠിച്ചു നന്നാകുന്നവരെ കാണിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് കഠിനമായിട്ടുള്ള പ്രതികാരം കിട്ടേണ്ടത്. പഠിച്ചു വന്നവന്റെ സ്ഥിതി ഇതാണ് എന്ന് കാണിക്കാൻ എല്ലാ ക്ഷേത്രങ്ങളിലും മതപഠനം നടക്കണം. ദേവസ്വം ബോർഡ് മുൻകൈ എടുക്കില്ല. അപ്പൊ തീർച്ചയായും അത് മുൻകൈ എടുക്കാൻ സാധിക്കുക കേരളത്തിലെ ഹിന്ദു അവന്റെ മനസ്സിലൊരു അഭിമാനമായോ ഒരു അഹങ്കാരമായോ ഒക്കെ സൂക്ഷിക്കുന്നതാണ് ചെറുകോൽപ്പുഴ. അത് ഇത്തിരി അഭിമാനവും അഹങ്കാരവും ഒക്കെ തന്നെയാണ്. അവിടെ നിന്ന് തന്നെ അതിന് മറുപടി ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നുന്നു. ആ പഠനം നടന്നാൽ ഇനി ബസ് മാറ്റി കയറ്റില്ല. പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ഇന്നൊന്നും അറിയില്ല. എന്തൊക്കെ ചോദിക്കണം ഒരു പിടുത്തമില്ല. ഒരു MBA കാരനോട് ഒരിക്കൽ ചോദിക്കാം, വേദങ്ങൾ ഹിന്ദുക്കളുടെ ആണല്ലോ എന്താ തെളിവെന്ന് ചോദിച്ചു. എനിക്കാരും ഒറ്റത്തൊന്നും തന്നിട്ടില്ല. ഞാൻ ചോദിച്ചു എന്തേ ചോദിക്കാൻ, ഹിന്ദുക്കളുടെ ആണെങ്കിൽ 30 വേദഗണങ്ങളെ പറ്റി അതിൽ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇല്ല മോൻ വേദം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ പഠിക്കാൻ? പഠിക്കാതെ എന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയണം. നമ്മളാരാ മക്കള്? ഞാൻ ചോദിച്ചു ശരി ആരുടെയെന്ന് വെച്ചു. ഉടനെ നമുക്കൊക്കെ അറിയുന്ന ചില ഉദാഹരണ കുട്ടി പറഞ്ഞത്, അതിൽ ശിവനും ബ്രഹ്മാവും വിഷ്ണുവും ഗണപതിയും മുരുകനും ദേവിയും ദുർഗയൊന്നും ഇല്ല. അതിൽ ചിലരുണ്ട് ഇത്രയും ഒളിഞ്ഞിരിക്കണു. ആരാന്ന് ചോദിച്ചു. പറഞ്ഞു ആസ തോമ സദ്ഗമയ. പറയൂ, ഹിന്ദുക്കളുടേതാണോ? ഭർഗോ ദേവസ്യ ധീമഹി ഹിന്ദുക്കളുടെയാണോ? ഭവിഷ്യപുരാണത്തിൽ ആരോ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറൊരാൾ. ഭവിഷ്യപുരാണത്തില്, ബാക്കി പുരാണം ഒന്നും കണ്ടില്ല. ഭവിഷ്യപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് അറേബ്യയിൽ ഇന്നൊരു അവതാരം നടക്കുമെന്ന്. ഇതൊക്കെ 4 പുറം നടക്കുമ്പോൾ നമ്മുടെ ആളുകൾ കണ്ണ് തുറച്ചു നോക്കുക. ചിലപ്പോ കുട്ടികൾ ചോദിക്കുക, ടീച്ചറെ കോളേജിൽ ചോദിക്കുക, നിങ്ങൾ എന്തിനാ കല്ലിനെ പൂജിക്കുന്നത്? കല്ലിനെങ്ങനെയാ ദൈവം വരിക? ഞാൻ ചോദിച്ചു, തൽക്കാലം ഉത്തരം കൊടുക്കാൻ ഒറ്റ വഴിയുള്ളൂ. ഞാൻ എന്തിനാ കല്ലിനെ പൂജിക്കുന്നത്? എനിക്കിഷ്ടമുണ്ടായിട്ട് നിങ്ങളുടെ പെരത്തറയിലെ കല്ലിളക്കി കൊണ്ടുവന്ന് ഞാൻ പൂജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാണ്. നിങ്ങളുടെ അലക്ക് കല്ല് പോലും ഞാൻ കൊണ്ടുവരുന്നില്ല. നിങ്ങളുടെ ഒരു അലക്ക് കല്ല് പോലും ഞാൻ എടുത്തിട്ട് വരുന്നില്ല. നിന്റെ പെരത്തറയുടെ വരെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ആർക്കെന്ത് പോയപ്പം? അപ്പൊ അത് തത്വത്തരമാണെങ്കിലും തൽക്കാലം എനിക്കതിനുള്ള അവകാശമുണ്ട്. അവർക്കത് പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്കതിനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇതിനൊക്കെയുള്ള സ്ഥിരമായ മറുപടികൾ നമ്മുടെ ഭാഗത്തുണ്ടാകും. അതുകൂടിയാകുമ്പോഴേ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ കേരളത്തിലെ ഹിന്ദുവിന്റെ ആശയും അഭിമാനവുമായിട്ട് ഇന്ന് കിടക്കുന്ന ആ സ്ഥാനത്തിന് സർവ്വഥാ യോഗ്യമാവുക. അതിനെല്ലാവരെയും തയ്യാറാക്കുക. ഇന്ന് ഒരു പിടി ആളുകൾ അല്ലെ, ഞങ്ങൾക്കറിയാവുന്ന എന്തൊക്കെയോ ഞങ്ങൾ ഇവിടെ വന്ന് പറയുന്നു. ഇതുപോലെ കൃത്യമായി അറിയുന്നവർ, യോഗ്യതയുള്ളവർ ഇവിടെ വരണം. ഞാൻ മുമ്പ് എന്ന് പറഞ്ഞു വരുന്ന 7 ദിവസം കൊണ്ട് നിൽക്കരുത്. അത്രയും പണ്ഡിതന്മാരെ അതാത് തലങ്ങളിൽ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനുകൂടി ഈ ഇരിക്കുന്ന എല്ലാവരും ഒന്നിച്ച് ചിന്തിച്ചാൽ സംഘാടകർക്ക് എളുപ്പമാണ്. സംഘാടകരെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല. ഈ ഇരിക്കുന്ന എല്ലാവരും ഒന്നിച്ച് ചിന്തിച്ചാൽ ഹൈന്ദവ സംഘടനകളുടെ എല്ലാ വിധത്തിലുമുള്ള പിന്തുണ, ഹിന്ദു ഐക്യവേദി എന്ന 90ഓളം സമുദായ സംഘടനകൾ ഇതോടൊപ്പം ഉണ്ട്. എല്ലാ ഹൈന്ദവ സംഘടനകളിലും ഒരു പ്ലാറ്റ്ഫോമാണിത്. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലൊരു ശ്രമം നടത്തുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും അഡ്രസ്സുകൾ കളക്ട് ചെയ്ത് തരുന്ന കാര്യം, ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളുടെ അഡ്രസ്സുകൾ കളക്ട് ചെയ്ത് തരുന്ന കാര്യം അത് ഹൈന്ദവ സംഘടനകൾ നടത്തി തരും. പക്ഷേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തരത്തിലുമുള്ള ഭേദഭാവങ്ങളില്ലാതെ അവിടെയേ സാധിക്കൂ. ഹിന്ദു സംഘടനകളാകുമ്പോൾ ചിലപ്പോൾ ചില ഭേദഭാവങ്ങളൊക്കെ അതിലേക്ക് ആരോപിക്കും. അതൊക്കെ മാറ്റിക്കൊണ്ട് ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷന്റെ ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ നേതൃത്വത്തില് നമ്മുടെ മക്കള് ബസ് മാറി കയറി പോകാതിരിക്കാനുള്ള ഒരു ശ്രമം കൂടെ ഈ 101ാമത് സമ്മേളനം ചിന്തിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള വേദനകൾ അവ വേദനകളായി തന്നെ നിൽക്കരുത്, അവയ്ക്ക് പരിഹാരം കാണുക.
ഇത് വിവേകാനന്ദ സ്വാമിയുടെ 180-ാം ജയന്തിയാണ് തുടക്കത്തിൽ പറഞ്ഞിടത്ത് കേട്ടത്. മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളിൽ ഞങ്ങൾക്ക് നൽകണ്ടേ എന്ന് ചോദിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ 180-ാം ജയന്തിയാണ്. വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ 30-ാം വാർഷികമാണ്. അപ്പൊ ഈ 101-ാം സമ്മേളനം ഒരു സംഭവമായി മാറണം. ഇനി ഹിന്ദുവിന് കരയാൻ കണ്ണുനീരില്ല. കരയിപ്പിക്കാതിരിക്കാൻ എല്ലാവരിലും വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കണം. നമ്മളെ എന്താണോ അകറ്റുന്നത്, ജാതിയല്ല അതിന് തീരുമാനമായി നമ്മൾ ഒന്നിച്ചു വരുന്നു. പക്ഷെ അതും ശ്രദ്ധിക്കണം. ചിന്മയാനന്ദ സ്വാമി പറഞ്ഞ മാതിരി പാരസെറ്റമോൾ എന്ന് ജപിച്ചുകൊണ്ട് പനി മാറില്ല. ഹിന്ദു ഐക്യം എന്ന് ജപിച്ചത് കൊണ്ട് ഐക്യമാകില്ല. അതിന് പ്രാവർത്തികമായ ചില തലങ്ങൾ കൂടി നമ്മളൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ എല്ലാവർക്കും അന്തസ്സോടെയും അഭിമാനത്തോടെയും കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ആ തലവും നമ്മൾ കണ്ടെത്തണം. അതിനുള്ള വേദിയും ഇവിടെ ഒരുക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. ആ ഒരുമൻ, അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും തുല്യത, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇത് മനുഷ്യന്റെ ആഹാരം, വസ്ത്രം, പാർപ്പിടം പോലെ തന്നെ അവന്റെ അഭിമാനം കാക്കാൻ വേണ്ടുന്ന അടിസ്ഥാന ആവശ്യങ്ങളാണെങ്കിൽ അവ പൊരുതി നേടാനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടാകണം. ഇവിടെ ഏറെ കസേരകൾ ഒഴിഞ്ഞു കണ്ടതിൽ വിഷമവുമില്ല. കാരണം നിറഞ്ഞു കണ്ടവരുടെ മനസ്സ് നിറഞ്ഞ അവരുടെ മുഖത്തെ ഭാവത്തിൽ നിന്ന് ഈ വന്നവർ ധാരാളമാണ് സമാജത്തിന്റെ പുനരുദ്ധാരണത്തിന്, നവോത്ഥാനത്തിന്. പക്ഷെ ഒന്നുകൂടി, ഇവിടെ ഞാൻ വന്ന സമയത്ത് കേട്ടൊരു കാര്യമുണ്ട്. എന്നെ അവിടെ ഇരുത്തി ഭീഷണിപ്പെടുത്തിയത് ഞാൻ കേട്ടു. നിങ്ങൾ മുന്നോട്ടിരുന്നാൽ മാത്രമേ ശശികല ടീച്ചർ സംസാരിക്കുകയുള്ളൂ എന്നൊരു ഭീഷണി. ഇത് പല സ്ഥലത്തും പറയേണ്ടി വരുന്ന, എന്നെ പഠിച്ചതാന്നല്ല എല്ലാവരാണെങ്കിലും, ഇത് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട്. വർഷങ്ങൾക്കപ്പുറത്ത് പാല ജയസൂര്യൻ ചേട്ടൻ എന്ന മികച്ച പ്രഭാഷകൻ, അദ്ദേഹത്തിന്റെ ഒരു വേദിയിൽ ഞാൻ ശ്രോതാവായിരുന്നു. അദ്ദേഹം അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. 100 സീറ്റുള്ള ഒരു വേദിയിലേക്ക്, ഒരു ഹോള്, അതിലേക്ക് 90 ഹിന്ദുവിനെ കടത്തിവിട്ടാൽ എന്താ സംഭവിക്കുക? ഞാനൊക്കെ കൂട്ടിക്കഴിക്കാനിരുന്നു. എന്താ സംഭവിക്കാൻ? എന്താ ചോദ്യത്തിന്റെ പരമാർത്ഥം മനസ്സിലായില്ല. അവസാനം അദ്ദേഹം ഉത്തരം പറഞ്ഞു, മുന്നില് 10 കസേര ഒഴിവായിരിക്കുന്നു. 100 കസേരയുള്ള ഒരു വേദിയിലേക്ക് 90 ഹിന്ദുവിനെ കടത്തിവിട്ടാൽ മുന്നിലെ 10 കസേര ഒഴിവാ. എല്ലാ വേദിയിലും അത് ഫീൽ ചെയ്തു. നമുക്ക് പുറകോട്ട് പോകാനാണ് ഇഷ്ടം. പുറകോട്ട് പോകാൻ ഇഷ്ടമുള്ളവരെ അങ്ങനത്തല്ലേ പറഞ്ഞേക്കുള്ളൂ. എല്ലാ രംഗത്തും പുറകോട്ടിരിക്കാനാണ് ഇഷ്ടം. കുഴിയാനയുടെ ജന്മം പോലെ പിന്നിലേക്ക്. ഇതല്ല നമ്മുടെ പാരമ്പര്യം. പിന്നിലേക്ക് പോകേണ്ടവരല്ല നമ്മള്. അതുകൂടി പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. ഇങ്ങനെ കുറെ ഗൗരവമായ കാര്യം മാത്രം പറഞ്ഞ് വലിഞ്ഞു മുറുകി ഇരുന്നാൻ പറ്റില്ലല്ലോ, മസിലൊക്കെ പൊട്ടിപ്പോയില്ലേ. അതുകൊണ്ട് ഒന്ന് അണയാം, നമുക്കൊരു കഥയിലേക്ക് വരാം, രാമായണത്തിലേക്ക്. സീതാന്വേഷണത്തിന് ശ്രീരാമദൂതനായി പോയ ഹനുമാൻജി ലങ്കയിലെത്തുന്നു. സീതാദേവിയെ കണ്ടെത്തുന്നു. ബന്ധനസ്ഥനായി രാവണന്റെ മുന്നിൽ കൊണ്ടുപോകുന്നു. കൂട്ടിക്കെട്ടിയിട്ട് ആടിക്കളിക്കട കുഞ്ചിരാമ, ചാടിക്കളിക്കട എന്ന ആറ്റയ്ക്ക് കുട്ടിക്കെട്ടൊരു പരകനെ കൊണ്ടുപോയാൽ എങ്ങനെയുണ്ട്? അങ്ങനെ കൊണ്ടുപോയി നിർത്തി. ആർക്ക് മുന്നിൽ? ലങ്കേശൻ രാവണൻ. 10 തലയും 20 കൈയും ചന്ദ്രഹാസവും അട്ടഹാസവും അല്ലെ എല്ലാം സ്വന്തമായി ആകാശം മുട്ടുന്ന സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്ന രാവണന്റെ മുന്നിൽ ചെന്ന് കുട്ടി. ഇത് വെറും ഒരു കൊരങ്ങ്. ആരായാലും എന്താ പറയുക? ഞാൻ ഇങ്ങോട്ട് വന്നതല്ല എന്ന് പറയും. കാരണം എന്താ ഈ ചങ്ങാതി എവിടെ ഇരിക്കുന്ന? ആകാശത്ത് തല കാണാനില്ല, 10 തല 20 കയ്യുക. ചന്ദ്രഹാസവും അട്ടഹാസവും സുവർണമയ്യായ ലങ്കയും പുഷ്പക വിമാനമൊക്കെ ഉണ്ടെന്ന അഹങ്കാരത്തില് ഞാൻ ഈ നാട്ടുകാരനേ അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നതേ അല്ല. കൊരങ്ങനായോണ്ട് എളുപ്പമുണ്ട് ചാട്ടത്തിൽ പഠിച്ചതാന്ന് പറയാം. ഇങ്ങോട്ട് വന്നതല്ല, ചാട്ടത്തിൽ പഠിച്ചതാ. കാരണം എന്റെ അമ്മോ ഇതെന്തൊരു ജീവി, ഇതിന്റെ മുന്നിൽ എന്ത് പറയാനാ? പക്ഷെ ചെന്നത് ഹനുമാൻജിയാണ്, ഭക്തോത്തമനാണ്. അദ്ദേഹം ഒന്നിങ്ങനെ നോക്കി, ഞാൻ വെറും നിലത്ത്, ഇയാളിതേ ഉയർന്ന സിംഹാസനത്തിൽ 10 തല 20 കയ്യും അല്ലെ. പക്ഷെ അപകർഷതാബോധമല്ല ഹനുമാന് വന്നത്. എനിക്ക് എന്തിന്റെ കുറവാണ്? വേണമെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവാം, ഓ ഇയാൾക്ക് 10 തല 20 കയ്യും, അയാളുടെ കഷ്ടകാലം. ഇയാളെങ്ങനെ ഒരു കട്ടുമ്പോ തിരിഞ്ഞു പറഞ്ഞു കിടക്ക്? ഒരു തലയെ 2 കൈയും കാലം വെച്ചിട്ട് നമ്മൾ പറഞ്ഞ പാട് നമുക്കേ അറിയുള്ളൂ. ഈ 10 തല 20 കൈയും വെച്ചിട്ട് ചെങ്ങായി എങ്ങനെ ഒരു കട്ടുമ്പോ തിരിഞ്ഞു പറഞ്ഞു കിടക്ക്? അയാളുടെ കഷ്ടകാലം അല്ലേ? എന്നാൽ എനിക്കൊന്നിന്റെ കുറവില്ലെന്ന് ചിന്തിച്ചിരിക്കുകയാണ്. എനിക്ക് എന്തിന്റെ കുറവാ? ഞാൻ രാമദൂതനാണ്, ഞാൻ രാമഭക്തനാണ്. ഞാൻ ഇയാളൊക്കെ മേലെയാണ്. ഇയാളുടെ മുന്നിൽ ചൂളേണ്ടവനല്ല ഞാൻ. എനിക്കിവിടെ അന്തസ്സായിട്ട് ഇരിക്കണം. ആരെ ഇരിപ്പിടം കൊണ്ട് കൊടുക്കുക? വരൂ, ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇരുത്തുവോ? ബന്ധനസ്ഥനായിട്ടാ കൊണ്ടിരിക്കണം. ആരെങ്കിലും ഇരുത്തണവരെ കാക്കാൻ ഹനുമാൻ തയ്യാറായില്ല. സ്വന്തം വാലങ്ങട് നീട്ടി മടഞ്ഞൊരു സിംഹാസനം ഉണ്ടാക്കി. അതിന്റെ മുകളിൽ ചാടി കയറിയായിരുന്നു. അമ്പട, ഞാൻ ഇനി കാര്യം പറയാൻ ഞാൻ നിലത്ത് നിൽക്കേണ്ടവരല്ല. എനിക്ക് ഒന്നിന്റെയും കുറവില്ല. ഹിന്ദുക്കൾ പിന്നിൽ പോയി ഇരിക്കേണ്ടവരല്ല. ഒന്നിന്റെയും കുറവില്ല. ആരും കസേര കൊണ്ടു തരുന്ന വിചാരിച്ച് കാക്കല്ലേ, പിടിച്ചിട്ടിരിക്കേണ്ടി വരും. ചിലപ്പോ ആരും കൊണ്ടു തന്നില്ലെങ്കിൽ പിടിച്ചിട്ടിരിക്കേണ്ടി വരും. തന്ന കസേര വിട്ട് പിന്നിലേക്ക് പോകരുത്.
അപ്പോഴാണ് പിന്നെ പദം പറയേണ്ടി വരിക. എന്നെ പരിഗണിച്ചില്ല, ഞാൻ പറഞ്ഞത് കേട്ടില്ല, ഞാൻ പറഞ്ഞത് ആരും കണ്ടില്ല എന്നൊക്കെ പറയേണ്ടി വരിക. ഉള്ള കസേര പിടിച്ചിട്ട് ഇരിക്കേണ്ടടത്ത് ഇരിക്കുമ്പോൾ അവിടെയാണ് ഹനുമാനിരുന്നു. ഇനി നമുക്ക് നമ്മൾ വർത്താനം പറയാനുള്ളത്. നീ ലങ്കേശൻ രാവണനാണെങ്കിൽ ഞാൻ ശ്രീരാമന്റെ ദൂതനാണ്. ആ അന്തസ്സും അഭിമാനവും ഉണ്ടാകുക. അപകർഷതാ ബോധം കളയുക. അപകർഷതാ ബോധമുള്ളവന് എവിടെയും മുന്നോട്ട് പോകാൻ കഴിയില്ല, പിന്നോട്ടേ നീങ്ങാൻ കഴിയുള്ളൂ. അവന്റെ തല ഉയർന്നു നിൽക്കില്ല. ഇരുമ്പിൻ സ്ഥിരാതന്തുക്കളും മുരിക്കിൻ മാംസപേശികളുമായി മുന്നോട്ട് പോകാനാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്. അത് കേൾക്കേണ്ട സമയമാണ് ഇപ്പോ. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാനി ബോധത കഠോപനിഷത്തിലെ വാക്കുകളാണ്. എഴുന്നേൽക്കുക, ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുക. ഒരു ലക്ഷ്യമുണ്ട്. എല്ലാവരും സമന്മാരാകുന്ന ഒരു നാള്. 100 കോടി വരുന്ന ഹിന്ദുവും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സമമാകുന്ന ഒരു നാള്. നിയമത്തിന് മുന്നിൽ, ആനുകൂല്യത്തിന് മുന്നിൽ, അവസരത്തിന് മുന്നിൽ സമമാകുന്ന ഒരു നാള്. സ്വന്തം പൈതൃകവും സ്വന്തം വിശ്വാസവും സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു നാള്. അതിലേക്ക് കടന്നുകയറ്റങ്ങളില്ലാത്തൊരു നാള്. സ്വന്തം ആരാധനാലയങ്ങളിലൂടെ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു നാള്. ഇങ്ങനെ ഒരുപാട് നാളുകൾ സ്വപ്നം കണ്ടുകൊണ്ട് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാ നിബോധത എന്ന ആജ്ഞയ്ക്ക് കാതോർത്തുകൊണ്ട് ഈ 101ാം സമ്മേളനത്തിൽ മുന്നോട്ട് പോകാൻ കേരളത്തിന്റെ മുഴുവൻ അഭിമാനവും ആത്മവിശ്വാസവുമായിട്ട് ഈ സമ്മേളനം മാറട്ടെ എന്ന ആശംസയോട്